ഹായ് ഹലോ ദിസ് ഇസ് മീ അമൃത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന മന്ത് എംപ്റ്റീസ് ആണ് കേട്ടോ. ഈ ഒരു കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഉപയോഗിച്ച് തീർത്ത സാധനങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇതിൽ കുറേയൊക്കെ ട്രയൽ പാക്സ് ആണ് കേട്ടോ. അതായത് ഇൻ കേസ് ഇപ്പം എനിക്കൊരു ന്യൂ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതെൻ്റെ സ്കിന്നിന് ചേരുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വരുന്ന അങ്ങനത്തെ ഉള്ള കേസിൽ ഞാൻ ആദ്യം ഒരു ട്രയൽ പാക്ക് ആണ് വാങ്ങാറ്. ട്രയൽ പാക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ സ്കിന്നിന് ഓക്കെ ആണ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വലിയ സൈസ് പർച്ചേസ് ചെയ്യും. അതല്ലെങ്കിൽ അവിടെ ഓടെ വെച്ച് ഞാൻ നിർത്താറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ട്രയൽ പാക്കാണ്, കുറച്ചൊക്കെ ഫുൾ പ്രൊഡക്റ്റിൻ്റെ എംപ്റ്റീസ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ആദ്യം തന്നെ നമുക്കൊരു ബോഡി ലോഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ സോഫാർ എന്ന് പറയുന്നില്ല, ഇതുവരെ യൂസ് ചെയ്തതിൽ എൻ്റെ ബെസ്റ്റ് ബോഡി ലോഷനാണ് ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതും ബോഡി ലോഷൻ വിത്ത് SPF ആണ് കേട്ടോ. സൺസ്ക്രീൻ ബോഡി ലോഷനാണ് ഇത്. ഈ ഇടയ്ക്ക് കുറച്ച് കാലമായിട്ട് വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതെൻ്റെ ഇപ്പോൾ ഒരു 4 or 5 ബോട്ടിലാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഒന്നാമത് നമ്മുടെ ഇപ്പോഴത്തെ വെതർ എന്ന് പറയുന്നതുണ്ടല്ലോ, അസഹനീയമായ ടെമ്പറേച്ചറാണ്. അതിൻ്റെ കൂടെ ആ ഒരു ചൂട് പൊള്ളി ഇല്ലാണ്ടാവും തന്നെ വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി 2 വീലേഴ്സിലൊക്കെ പോകുന്നവർ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഡെയിലി പോകുന്നതും വരുന്നതും 2 വീലറിലാണ്. കയ്യിൻ്റെക്ക് ഈ ഒരു അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്നും ഹാൻഡ് സോക്സ് ഒക്കെ ഇട്ട് ഓടിക്കണം. എനിക്ക് അതിനൊന്നും പറ്റൂല. അപ്പോൾ ഒരിടയ്ക്കൊക്കെ എൻ്റെ ഈ ഒരിടയ്ക്കല്ലതാണ് ഇപ്പോഴും കേട്ടോ, കയ്യും മുഖവും തമ്മിൽ നല്ല ഡിഫറൻസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയും മുഖത്ത് പുട്ടിയിട്ടേക്കുവാണ്. ഓക്കെ, മുഖത്ത് പുട്ടിയിട്ടേക്കുവാ, എന്നാൽ പോലും അതിനൊക്കെ ഒരു പരിധിയില്ലേ ഉണ്ട്. അപ്പം ഇത് ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ട് വാങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു കുറച്ച് കാലേ ആയിട്ടുള്ളൂ, 1 വർഷം കുറച്ചേ ആയിട്ടുള്ളൂ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്, പക്ഷെ ബോഡി ലോഷൻ അതാണ് വേണ്ടത്. കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്, കുറച്ച് ഒരു ബിറ്റ് ഓയിൽ, ഒരു എക്സ്ട്രാ മോയ്സ്ചറൈസേഷൻ തരും. പക്ഷേ SPF ഉണ്ടല്ലോ, SPF 50+ ഉണ്ട്, PA+++ ഉണ്ട്, UVA UVB പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. 20 ml റേറ്റ് വരുന്നത് 499 ആണ്. എന്നാൽ കൂടി ഇത് നമുക്ക് കണ്ണടച്ച് വാങ്ങാവുന്ന പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ തായ്ലൻഡിൽ പോയപ്പോഴൊക്കെ യൂസ് ചെയ്തതാണ്. അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. സണ്ണിൽ നിന്ന് അടിപൊളിയായിട്ട് പ്രൊട്ടക്ഷൻ തരുന്ന എനിക്കറിയാവുന്ന ഒരേ ഒരു സൺസ്ക്രീൻ ഇതാണ് കേട്ടോ. സൺസ്ക്രീൻ ബോഡി ലോഷൻ ഇതാണ്. അപ്പം ഇതാണ് ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ 5ാമത്തെ പർച്ചേസ് ആണ് തീർന്നത്. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട്. അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. അതും ബോഡി ലോഷൻ തന്നെയാണ് കേട്ടോ. അത് ഈ എൻചാൻഡറിൻ്റെ ബോഡി ലോഷനാണ്. ടു ബി ഫ്രാങ്ക് എനിക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമല്ല. ബിക്കോസ് ആ ഒരു സ്മെല്ല്, ഒരു എൻചാൻഡറിന് ഒരു നല്ല എൻചാൻഡറിന് ഒരു നല്ല മണമാണ്. പ്രത്യേകിച്ച് എൻചാൻഡർ റൊമാൻസിന് നല്ലൊരു മണമാണ്. പക്ഷെ അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. എൻ്റെയൊക്കെ പ്രത്യേകിച്ച് നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പം എക്സ്ട്രാ ഒരു മോയ്സ്ചറൈസേഷൻ തരുന്ന ബോഡി ലോഷൻ തന്നെ വേണം. ഇതൊക്കെ ഞാൻ ഇട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ വരയ്ക്കുമ്പോഴും ആ വൈറ്റ് പാച്ചസ് വരും കേട്ടോ. അപ്പം ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ജസ്റ്റ് ആ ഒരു ടൈമിൽ ഒരു കുളിച്ച് വരുമ്പോൾ ഒന്ന് തേക്കുമ്പോൾ ഒരു നല്ലൊരു മണം, ആ ഒരു രീതിയിൽ മാത്രമേ എനിക്കിത് ഇഷ്ടമുള്ളൂ. ഇതാണ് എൻ്റെ 2ാമത്തെ പർച്ചേസ് വന്നിട്ട്. ഇനി 3ാമത്തെ വന്നിട്ട് ഒരു ഹെയർ സിറം ആണ് കേട്ടോ. അത് ഓൾ ടൈം നമ്മുടെ ഫേവറേറ്റ് സ്ട്രിക്സിൻ്റെ ഹെയർ സിറം ആണ്. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. വാൾനട്ട് ഓയിലൊക്കെ ഉണ്ട്. സത്യമാണ്, നല്ല ഷൈൻ തരും. നമുക്ക് ഡീടാങ്കിൾ ചെയ്യാൻ, എനിക്ക് അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഡീടാങ്കിൾ ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കും ഈ ഇത്രയുള്ള തുപ്പരിക്കാ മുടിയിൽ എന്ത് ഡീടാങ്കിൾ, പക്ഷെ അല്ല, തുപ്പരിക്കാ മുടിയിലും കുടുക്ക് പിടിക്കും. അതിൻ്റെ അടിയിലൊക്കെ ഭയങ്കര കുടുക്കായിരിക്കും. അപ്പം ഡീടാങ്കിളിങ്ങിനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ സിറം ആണ് കേട്ടോ. ഭയങ്കര ഓയിലി ആക്കത്തില്ല സ്കിന്നിനെ, ഹെയറിനെ, എന്നാൽ ചെറിയൊരു ഷൈനൊക്കെ കൊടുത്ത് അത്യാവശ്യം ഒരു വൃത്തിക്കിടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സിറമാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 260 rupees ആണ്. ഇത് എത്ര ml ആണെന്ന് ഇതിൽ എഴുതിയിട്ടില്ല. 90 ml 260. ബിഗ് പ്രൈസി ആയിരിക്കാം, പക്ഷേ ആ ഒരു പ്രൈസ് ഈ ഒരു സാധനം വേർത്താണ്. ഇതാണ് നമ്മുടെ അടുത്ത സാധനം വന്നിട്ട്. അടുത്ത ഞാനൊരു ട്രയൽ പാക്ക് ഓർഡർ ചെയ്ത ഒരു ഹെയർ സിറം ആണ്. ഇത് നമ്മുടെ ട്രെസ്മേൻ്റെ ഹെയർ സിറം ആണ് കേട്ടോ. ഇതിനും
നല്ല മണ, നല്ല മണ. പക്ഷേ എന്നോട് സ്ട്രിക്സ് ആണോ ട്രെസ്മേൻ്റെ ഹെയർ സിറം ആണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ട്രിക്സ് എന്ന് പറയും. ബിക്കോസ് ട്രെസ്മേൻ്റെ നല്ലതാണ്, പക്ഷേ എനിക്ക് ഇപ്പം നമ്മൾ ഒരു ഡ്രോപ്പ് ട്രെസ്മേൻ്റെയും ഒരു ഡ്രോപ്പ് സ്ട്രിക്സിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയതാണ് കേട്ടോ, എനിക്കറിയില്ല അങ്ങനെയാണോ എന്ന്. ട്രെസ്മേൻ്റെ ഒരു ബിറ്റ് കുറച്ചൊരു ഓയിലിനെസ് കൂടുതൽ നമ്മുടെ ഹെയറിനെ ആക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരേ ക്വാണ്ടിറ്റി എടുത്താലും ഇതൊരു കുറച്ചുകൂടി ഒരു ഓയിലിനെസ് നമ്മുടെ സ്കിന്നിന് ഹെയറിന് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 10 ml പാക്കിന് 40 റുപ്പീസാണ് വരുന്നത്. ഇതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ലിങ്കൊക്കെ ഓക്കെയാണ്. അത്യാവശ്യം നല്ല ഡ്രൈ ഹെയർ ആണ്, നല്ല ഡ്രൈ ഫ്രിസി ഹെയർ ആണ്, അങ്ങനെ ഭയങ്കര ചുരുണ്ടൊരു വൃത്തികെട്ട രീതിയിലുള്ള ഹെയർ ആണെങ്കിലൊക്കെ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യായിരിക്കും. പക്ഷേ ചെറിയ ഒരു വേവി പാറ്റേണിലൊക്കെ കിടക്കുന്ന ഒരു ഹെയറിന് ഇത് അത്ര കണ്ടങ്ങ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പർച്ചേസ് വന്നിട്ട്. അടുത്തത് ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ഞാൻ ഒരു ഹോപ്പും ഇല്ലാണ്ട് വാങ്ങിയ ഒരു മോയ്സ്ചറൈസർ ആണ്, മാമാ എർത്തിൻ്റെ ബീട്രൂട്ട് മോയ്സ്ചറൈസർ. പക്ഷേ മോയ്സ്ചറൈസേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആട്ടോ. നല്ല മോയ്സ്ചറൈസേഷൻ കൊടുക്കും. പിന്നെ ബീട്രൂട്ട് ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ നമുക്കൊരു ഇഷ്ടപ്പെടും. ഇത് ഇടുമ്പോൾ തന്നെ ചെറിയൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ആയിട്ട് വിത്ത് ബീട്രൂട്ട് ആൻഡ് ഹൈലറോണിക് ആസിഡ് ആണ് കേട്ടോ. ഇതും നമ്മുടെ ട്രയൽ പാക്കാണ്. 99 റുപ്പീസാണ് ഈ ഒരു പാക്കിൻ്റെ റേറ്റ് വന്നിട്ട് കേട്ടോ. 48 hours ഹൈഡ്രേഷൻ, നല്ല ഹൈഡ്രേഷൻ തരുന്നുണ്ട്. 20 ഗ്രാമിനാണ് 99 റുപ്പീസ് വരുന്നത്. പിന്നെ അടുത്ത് കാണിക്കുന്നതിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഡർമാക്കോയിൻ്റെ 1% ഹൈലറോണിക് ആസിഡ് അക്വാ ജെല്ലാണിത്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഇതെനിക്ക് 110% വർക്കിംഗ് ആവുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. എൻ്റെ ചാനൽ ഈ ഒരു സൺസ്ക്രീനെ കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് കൂടുതൽ പറയുന്നില്ല. ഇത് ചെറിയ പാക്ക് വാങ്ങിയതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഡീകൺസ്ട്രക്റ്റിൻ്റെ 2 വലുതുണ്ടായിരുന്നു, അപ്പം ഇതിൻ്റെ ചെറുത് മതി. പക്ഷെ എന്നാലും തീർന്നത് ഇതാണ് ആദ്യം. നല്ല ഒരു അടിപൊളി സൺസ്ക്രീൻ ആണ്. മാമാ എർത്തിൻ്റെ എനിക്ക് അടുത്ത ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. അവരുടെ റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതും ഓയിലി സ്കിന്നിന്, എൻ്റെ ഓയിലി സ്കിന്നാണ്, പക്ഷെ എനിക്കിത് അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയി. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്, അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മാമാ എർത്തിൻ്റെ മോയ്സ്ചറൈസേഴ്സും സൺസ്ക്രീൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടും 99 ആണ് ഫോർ 20 ഗ്രാം വരുന്നത്. അടുത്തത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഒരു സിറമാണ്, ഫേസ് സിറം. നമ്മുടെ പ്ലമ്മിൻ്റെ നയാസിനമൈഡ് സിറം. ഇത് പറയേണ്ട കാര്യമില്ലല്ലോ, ഇത് വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ തീരുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്, അത്രയ്ക്കും അടിപൊളി ഒരു സാധനമാണ്. ഇത് ഞാൻ റീപർച്ചേസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. അടിപൊളി, നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറേ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. സൂപ്പർബാണ്. ഇതായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്ത് ഇത് തീർന്ന് ഓർഡർ ചെയ്യാൻ വിട്ടും പോയി. പക്ഷെ ഞാൻ സാലിസിലിക് ആസിഡ് വാങ്ങി. പക്ഷേ സാലിസിലിക് ആസിഡ് ശരിക്കും ആക്റ്റീവ് ആക്നേസിനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്നൊരു പ്രൊഡക്റ്റ് ചേഞ്ച് വന്നതുകൊണ്ടാണോ അതോ ആ ഒരു പ്രൊഡക്റ്റ് എൻ്റെ സ്കിന്നിന് പറ്റാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ ഫുള്ള് കുരു വന്നു കേട്ടോ. ആ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തിട്ട് ഫുള്ള് കുരു. ഞാൻ സാലിസിലിക് ആസിഡ് ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പെട്ടെന്നൊരു പ്രൊഡക്റ്റ് നിർത്തി വേറൊരു പ്രൊഡക്റ്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതെന്തായാലും ആവട്ടെ. അപ്പോൾ ഇതാണ്, ഇത് പ്ലമ്മിൻ്റെ 10% നയസിനമൈഡ് സിറാണ്. അടിപൊളിയാണ്. ബ്ലെമിഷസ് മാറ്റാനും സ്കാർസ് മാറ്റാനും ഒക്കെ യൂസ്ഫുൾ ആണ്. നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറേ മാറ്റിയിട്ട് ചെറിയൊരു പ്ലംപിനെസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്തതും ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഭയങ്കര ഹൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സെറ്റഫിൽ. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മേ ബി എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടായിരിക്കും. ഇതിൽ എഴുതിയേക്കുന്ന നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നിന് ഉപയോഗിക്കണം എന്നാണ്. പക്ഷെ ഞാൻ അത്രയും റിവ്യൂസ് കണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ സ്കിന്നിന് പറ്റത്തില്ല. ഭയങ്കരമായിട്ട് ഓയിലി ആക്കി എൻ്റെ സ്കിന്നിനെ. ഭയങ്കര എക്സ്ട്രീം ലെവൽ ഓഫ് ഓയിൽനെസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു ഇത്. പക്ഷെ അവരുടെ തെറ്റല്ല, അവർ പറയുന്നുണ്ട് ഇതിൽ വൃത്തിയായിട്ട് നോർമൽ ടു കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ആൻഡ് പ്രൊട്ടക്ട് സ്കിൻ ഫ്രം ഡ്രൈനെസ് ഫോർ 48 hours. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ട് ചേരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. സെറ്റഫിലിൻ്റെ ഇത് ഞാൻ ചെറുത് വാങ്ങിയിട്ട് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു. വലുതിനൊക്കെ എന്താ വില അല്ലേ, എത്രയല്ലേ ഇതിന് തന്നെ എത്രയാ?
ഇങ്ങനെ റേറ്റ് എഴുതിയിട്ടില്ല. വലുതിലൊക്കെ എന്താ 500-600 റുപ്യ. അതുകൊണ്ട് ചെറുത് വാങ്ങി നോക്കിയത് നന്നായി. ഇനി ലാസ്റ്റ് പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് മന്ത് എംറ്റീസിൽ കൂട്ടാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഒരു 2 യൂസിനും കൂടെയുള്ള സാധനം അകത്തുണ്ട് കേട്ടോ. ഞാൻ വലിച്ച് യൂസ് ചെയ്തിട്ടേ ഇത് വിടത്തുള്ളൂ. ബിക്കോസ് 1500 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. കൊസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിനാണ്. നല്ല സാധനമാണ്. നല്ല സാധനം എന്ന് വെച്ചാൽ ഇത് പ്രത്യേകിച്ച് എന്താ നമ്മുടെ സ്കിന്നിന് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരു മാറ്റുമോ, കുരു വരാണ്ടിരിക്കുമോ, പാട് മാറ്റുമോ, എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ല. പക്ഷെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഓവറോൾ ടെക്സ്ചർ നന്നാക്കാൻ, നമ്മുടെ ഒരു ബാരിയർ നന്നാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. മോയ്സ്ചറൈസേഷൻ തരുമെന്ന് ചോദിച്ചാൽ മോയ്സ്ചറൈസേഷൻ തരും. ഒരു ചെറിയൊരു ഒരു പൊടിക്കൊരു പ്ലംപിനെസ് കൊണ്ടുവരും. അല്ലാണ്ട് കുരു പാട് മാറും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഓവറോൾ ഒരു സ്കിന്നിനൊരു ഒരു ഗുഡ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 1400 രൂപയ്ക്ക് ഈ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്യൂരിറ്റി നല്ലത് ആ ഒരു രീതിയിലായിരിക്കാം. എന്താണെങ്കിലും 100 ml ഞാൻ വാങ്ങുമ്പോൾ 1495 ആ ഒരു റേഞ്ചിലായിരുന്നു റേറ്റ്. റേറ്റ് കുറഞ്ഞിട്ടും കൂടിയിട്ടും ഒന്നുമില്ല കേട്ടോ, അതേ റേറ്റ് തന്നെയാണ്. എന്നിട്ടും ഞാൻ പിന്നെയും വാങ്ങിയിട്ടുണ്ട്. അതെന്തിനാ ഇപ്പോൾ രണ്ടാമത് വാങ്ങിയതെന്ന് എനിക്കറിയില്ല. എന്താ തുടങ്ങി അതങ്ങോട്ട് നിർത്താൻ പറ്റില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിനെ കൊണ്ട് എന്താ നമുക്ക് ബെനിഫിറ്റ് എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ അറിയുണ്ടാവില്ല, പക്ഷെ തുടങ്ങിയാൽ നിർത്താൻ പറ്റൂല, അതാണ് പ്രശ്നം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ കാണിച്ച എല്ലാത്തിൻ്റെയും ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അതിൻ്റെ കൂടെ എൻ്റെ ജ്വല്ലറി സ്റ്റോറിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുത്തേക്കാം. ജ്വൽസ് ഓഫ് ജോയ് എന്നാണ് എൻ്റെ ജ്വല്ലറി സ്റ്റോറിൻ്റെ പേര്. ഒരുപാട് കുറേ ആൻറ്റി ടാർണിഷ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രൊഡക്ട്സ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പേഴ്സണലി പിക്ക് ചെയ്ത ജ്വൽസ് ആണ് അതിൽ ആഡ് ചെയ്തേക്കുന്ന എല്ലാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്യുക. നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പം ഭയങ്കര ബൾക്ക് പർച്ചേസ് അല്ല, എല്ലാത്തിൻ്റെയും ഒരു 10-15 പീസ് അങ്ങനെ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ.